നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്നത്തെ പുതിയ വീഡിയോ സാധാരണക്കാർക്ക് എങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിരക്കഥ രചിക്കാം എന്നതിനെക്കുറിച്ചാണ്. സ്വാഭാവികമായും അപ്പോൾ നമ്മൾ ചിന്തിക്കും, തിരക്കഥയൊക്കെ എഴുതണം എന്ന് വെച്ചാൽ സാഹിത്യപരമായി അത്രയും കഴിവുള്ള ആൾക്കാർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അത് തീർത്തും തെറ്റാണ്. സിനിമയ്ക്ക് വേണ്ടത് സ്വാഭാവികമായിട്ടുള്ള ചില കഥനങ്ങളാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ, ദേശീയ അവാർഡ് നേടിയ ചെമ്മീൻ എന്ന കൃതി രാമുകാരിയായിട്ട് സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ തിരക്കഥ എഴുതാൻ തകഴി ശിവശങ്കരപിള്ളയെ വിളിച്ചില്ല. പകരം എസ് എൽ പുരം സദാനന്ദൻ എന്ന ഒരു എഴുത്തുകാരനെയാണ് അന്ന് വിളിച്ചത്. അതായത് സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥ എന്ന് പറയുന്നത് വലിയൊരു കഥാകൃത്തിലൂടെ രൂപപ്പെടേണ്ട ഒന്നല്ല. നമ്മൾ ഒരു വട്ടമേശയിൽ ഇരുന്ന് ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞു വരുന്ന കുറേ സംഭവങ്ങൾ പ്രേക്ഷകരുടെ സൈക്കോളജിക്ക് അനുസരിച്ച് അടുക്കി അടുക്കി വെക്കുന്ന ഒരു പ്രക്രിയയാണ് തിരക്കഥ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും തിരക്കഥാരചനയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 ഘടകങ്ങളുണ്ട്. വേറെ രീതിയിൽ പറഞ്ഞാൽ 5 സന്ധികളിലൂടെ വേണം ഒരു തിരക്കഥ പൂർത്തീകരിക്കാൻ. അതിൽ പ്രഥമ സന്ധിയാണ് മുഖസന്ധി എന്ന് പറയുന്നത്. ഈ മുഖസന്ധിയെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. തുടർന്നുള്ള സന്ധികൾ അടുത്ത വീഡിയോകളിൽ നമ്മൾക്ക് കേൾക്കാവുന്നതാണ്. മുഖസന്ധി എന്ന് പറയുമ്പോൾ ആ പദം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ എഴുതുന്ന സിനിമയ്ക്ക് ഒരു മുഖം നൽകുക എന്നുള്ളതാണ്. സിനിമ പല ടൈപ്പ് സിനിമകളുണ്ട്. അവാർഡ് സിനിമകൾ, ഫീച്ചർ ടൈപ്പ് സിനിമകൾ. ഈ ഫീച്ചർ ടൈപ്പ് സിനിമകളിൽ തന്നെ കുടുംബകഥകൾ ഉണ്ടാവാം, ക്രൈം ഉണ്ടാവാം, കോമഡി ഉണ്ടാവാം, ട്രാജഡി ഉണ്ടാവാം. അങ്ങനെ പല രീതിയിലാണ് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് സിനിമകൾ കണ്ട് ആസ്വദിക്കാറ്. ഈ സിനിമകൾക്കെല്ലാം വിവിധ ഇനം പ്രേക്ഷകരുമാണ്. എല്ലാ സിനിമകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിരക്കഥ എഴുതുമ്പോൾ ആദ്യത്തെ ഒരു 30 മിനിറ്റ്, ഏറെക്കുറെ ഒരു 30 മിനിറ്റ് എന്ന് പറയുന്നതാണ് മുഖസന്ധിയുടെ ദൈർഘ്യം. ആ 30 മിനിറ്റിലേക്ക് വേണ്ട സീനുകളാണ് നമ്മൾ എഴുതി തയ്യാറാക്കേണ്ടത്. ഈ മുഖസന്ധി സിനിമ തുടങ്ങുമ്പോൾ പ്രേക്ഷകരെ ഒരു 30 മിനിറ്റോളം പിടിച്ചിരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷ്വലൈസേഷനാണ്. അപ്പോൾ നമ്മൾ തിരക്കഥ എഴുതുമ്പോൾ ഏത് രീതിയിലുള്ള പടമാണോ നമ്മൾ ചിത്രീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നത്, അതിൻ്റെ ഒരു മുഖഭാവമാണ് നമ്മൾ 30 മിനിറ്റിനുള്ളിൽ പ്രാഥമികമായി നൽകേണ്ടത്, ഈ മുഖസന്ധിയിലൂടെ നൽകേണ്ടത്. ഈ മുഖസന്ധി 30 മിനിറ്റ് കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവണം, ഇത് ഇന്ന രീതിയിലുള്ളൊരു കഥയാണ്. കുടുംബകഥയാണെങ്കിൽ കുടുംബകഥ, അല്ലെങ്കിൽ ക്രൈമാണ് വെച്ചാൽ അത്, സസ്പെൻസ് ആണെങ്കിൽ അത്, ട്രാജഡി ആണെങ്കിൽ അത്, കോമഡി ആണെങ്കിൽ അത്, ഈ ടൈപ്പിലുള്ള ഒരു പിക്ചറാണ് എന്ന് മനസ്സിലാവും. ഒരു നാട്ടിൻപുറത്ത് കഥയാണെങ്കിൽ നാട്ടിൻപുറത്തിൻ്റെ ഒരു തനി മുഖച്ഛായയാണ് നമ്മൾ മുഖസന്ധിയിലൂടെ കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. അതിന് വേണ്ട സീനുകൾ ഒരു 80-84 സീനൊക്കെയാണ് ഒരു തിരക്കഥയ്ക്ക് വരുന്നെങ്കിൽ ഒരു 20-നോടടുത്ത് സീനുകൾ എന്താണെന്ന് വെച്ചാലും ഒരു സന്ധിയിൽ വരും. അത് സിനിമയുടെ പ്രകൃതം അനുസരിച്ചായിരിക്കും സീനുകളുടെ ദൈർഘ്യം നിശ്ചയിക്കപ്പെടുന്നത്. അത് ഏറെക്കുറെ ഡയറക്ടറുടെ ഭാഗത്താണ് അത് വരുന്നത്. എങ്കിലും നമ്മളൊരു തിരക്കഥ എഴുതുമ്പോൾ മുഖസന്ധിയിലേക്ക് കിടക്കുമ്പോൾ ഒരു നാട്ടിൻപുറത്തിൻ്റെ കഥയാണ് എഴുതുന്നതെങ്കിൽ ആ നാട്ടിൻപുറത്തിൻ്റെ ചിത്രം അത് നമ്മൾ വരച്ചിടുമ്പോൾ പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളണമെങ്കിൽ എത്ര ദൈർഘ്യം വേണം എന്ന് നമ്മൾക്കറിയാം. ഓരോ സീനും ഇത്ര ദൈർഘ്യത്തിൽ പറഞ്ഞു തീർത്താൽ അത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി വരാൻ ഉതകുന്നതാവും എന്ന് നമുക്കുള്ളൊരു തിരിച്ചറിവ് ഈ എഴുതുന്ന ആൾക്കാർക്ക് വേണം. ഒരു മരണമാണ് സംഭവിക്കുന്നെങ്കിൽ ആ മരണത്തിൻ്റെ അനന്തരം ആ കഥയിൽ ഉടനീളം അതുമായി ബന്ധപ്പെട്ടുള്ള ട്വിസ്റ്റുകളാണ് അരങ്ങേറാൻ പോകുന്നെങ്കിൽ ആ മരണം പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കയറത്തക്ക രീതിയിൽ എത്ര നേരം, ഏത് രീതിയിൽ അത് എഴുതി ചേർക്കണം, എത്ര നേരം ഷൂട്ട് ചെയ്യാനുള്ള വിഷ്വലൈസിങ്ങിന് വേണ്ടിയുള്ള സംഭവങ്ങൾ എഴുതിയിടണമെന്ന് തിരക്കഥാകൃത്തിന് അറിയണം. അതിനനുസരിച്ചായിരിക്കും ഡയറക്ടർ വ്യത്യസ്ത ആംഗിളിൽ നിന്ന് അത് ഷൂട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്ത് അതിൻ്റെ റിഷസ് എല്ലാം കഴിഞ്ഞ് ഒറിജിനൽ എഡിറ്റിങ്ങും ഡബിങ്ങും എല്ലാം കഴിഞ്ഞ് മ്യൂസിക്കൊക്കെ ഇട്ട് പുറത്ത് വരുമ്പോൾ അതിൻ്റെ ബാറുകൾ കറക്റ്റായിരിക്കണം. അതായത് ഒരു സംഭവം കാണിക്കുമ്പോൾ അത് ഇത്ര നേരം കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും, മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയും എന്നുള്ള ഒരു ദൈർഘ്യത്തോടു കൂടി വേണം സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ. ചുരുക്കി പറഞ്ഞാൽ മുഖസന്ധിയെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ഒരു ചെമ്മീൻ എന്ന് പറഞ്ഞ പടത്തിനെ തന്നെ നമുക്ക് എടുക്കാം. എല്ലാവരും കണ്ട ഒരു പടമായിരിക്കുമല്ലോ ചെമ്മീൻ എന്ന് കരുതിയിട്ടാണ് ഞാനതിന് പറയുന്നത്. ചെമ്മീൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു 30 മിനിറ്റ് അതിൻ്റെ മുഖസന്ധി എടുത്തു നോക്കും. ആ മുഖസന്ധിയിൽ കടലും മുക്കുവന്മാരും വള്ളത്തിൽ മീൻ കൊണ്ടുവരുന്നതും അവിടെ ലേലം വിളിക്കുന്നതും പല മുക്കുവത്തി പെണ്ണുങ്ങൾ മീൻ കൊട്ടയിലാക്കി ചുമന്നുകൊണ്ട് പോകുന്നതും അങ്ങനെയുള്ള കുറേ പശ്ചാത്തലങ്ങൾ, ഒരു കടലോരത്തിൻ്റെ പശ്ചാത്തലമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ കടലോര മക്കളുടെ ഇടയിലെ ഒരാളായി പ്രേക്ഷകർ മാറുന്നു. അത് ഡയറക്ടറുടെ ഒരു കഴിവ് കൂടി അതിലുണ്ട്. അങ്ങനെ നമ്മൾ ആ കഥയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. പിന്നീട് തുടർന്നുള്ള സന്ധികളിലെല്ലാം ഇതിൻ്റെ ബാക്കി പത്രങ്ങളായിട്ടാണ് വരിക. അപ്പം നമ്മൾ ആ സഞ്ചാരപഥത്തിലൂടെ തന്നെ നമ്മൾ
കയറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഗ്രാഫ്, ഓഡിയൻസിൻ്റെ ഗ്രാഫ് കയറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അല്ല സംഭവിക്കുന്നെങ്കിൽ, മുഖസന്ധി എന്ന് പറയുന്നിടത്ത് ഇതിനൊരു മുഖം നൽകാതെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാണ് കാണിക്കുന്നെങ്കിൽ ആൾക്കാർ 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ പറയും ഈ പടം കൂടി എന്ന് പറയും, ഈ പടം വിജയിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറയും. കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോവും. പല ആൾക്കാരോടും പറയും പൈസ പോവും, അതിലേക്ക് പോകണ്ട എന്ന് പറയും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി അനുസരിച്ച് ഒരു പ്രേക്ഷകൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വിഷ്വലൈസിൻ്റെ ഒരു ദൈർഘ്യവും അതിൻ്റെ ഒരു അടുക്കും ചിട്ടയും എഴുത്തുകാരന് മനസ്സിലാവാതെ വരുന്നതാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ തിരക്കഥയ്ക്കുള്ള നാന്ദി കുറിക്കാൻ. അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ നമ്മളുടെ ശൈലിയിൽ, ഒരു വലിയൊരു സാഹിത്യകാരൻ്റെ ശൈലിയിലല്ലേ, ഒരു സാഹിത്യ സൃഷ്ടി വലിയൊരു സാഹിത്യകാരനാണെന്ന് വെച്ചാൽ പിന്നെ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരുന്നൊരച്ഛൻ, അതൊരു വലിയൊരു സാഹിത്യകാരൻ്റെ സൃഷ്ടിയിൽ പറയുമ്പോൾ അദ്ദേഹം പറയും, മോനെ നീ 4 മണിക്ക് പിന്നെ പള്ളിക്കൂടത്തിൻ്റെ ബെല്ലടിച്ചാൽ പുറത്ത് ഇലപ്പൊഴിഞ്ഞ മരത്തിൻ്റെ ചുവട്ടിൽ നീ ഒരു ഓരം ചേർന്ന് നിൽക്കണം. ഞാൻ എൻ്റെ വാഹനത്തിൽ വന്ന് 4 ഓണടിക്കും. അപ്പോൾ നീ മെല്ലെ 2 വശവും ശ്രദ്ധിച്ച് റോട്ടിലേക്ക് ഇറങ്ങി വരണം. ഞാൻ നിന്നെയും കൂട്ടി വീട്ടിലേക്ക് വരാവുന്നതാണ് എന്നൊക്കെ ഉള്ളൊരു രീതിയിലായിരിക്കും വലിയ സാഹിത്യകാരന്മാർ സാഹിത്യം എഴുതുന്നത്. നമുക്ക് വേണ്ടത് നാച്ചുറലായിട്ടുള്ള ഒരു ശൈലിയാണ്. മോനെ 4 മണിയാകുമ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് അച്ഛൻ പെട്ടെന്ന് വരാം, വന്നിട്ട് നമുക്ക് പോരാം, ഓക്കെ എന്നുള്ള ഒരു നാച്ചുറൽ ഡയലോഗ്. ഇതാണ് സിനിമയ്ക്ക് വേണ്ടത്. അങ്ങനെ എഴുതണം വെച്ചാൽ വലിയൊരു സാഹിത്യകാരനാവണമെന്നില്ല. പക്ഷേ ആ ഡയലോഗ്സുകളുടെ അടുക്കും ചിട്ടയും നാച്ചുറലായിട്ട് പറയേണ്ട രീതി വളരെ വലിച്ചു നീട്ടിയല്ല സിനിമ തിരക്കഥ എഴുതുന്നത്. എല്ലാം സംഗ്രഹിച്ച് ബ്രീഫായിട്ടാണ് എഴുതുന്നത്. എന്നാൽ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുകയുമാണ്. ആ രീതിയിൽ പടത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രെയിം മുഖസന്ധിയിൽ കൊടുക്കണം. അത് ഏത് രീതിയിലുള്ള പടമാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു മുഖമാണ് നമ്മൾ കേവലം 30 മിനിറ്റ് ദൈർഘ്യമുള്ള മുഖസന്ധി എന്ന് പറയുന്ന അതിലേക്ക് നമ്മൾ സ്ക്രിപ്റ്റ് ഇടുമ്പോൾ ആവാഹിച്ചെടുക്കേണ്ടത്. ഇത് പലർക്കും അറിയാം. ഒരു വൈറ്റ് പേപ്പറിൻ്റെ നടുവ് മടക്കി അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ് ആ സംഭവങ്ങൾ എവിടെയൊക്കെയാണ് നടക്കുന്നത്, റൈറ്റ് സൈഡിൽ ഡയലോഗ്സ് വരുമ്പോൾ ഡയലോഗ്സ് എഴുതുക. പിന്നെ ഇൻറ്റീരിയലാണെന്ന് വെച്ചാൽ ഇൻറ്റീരിയൽ, എക്സ്റ്റീരിയലാണെന്ന് വെച്ചാൽ എക്സ്റ്റീരിയൽ, രാത്രിയും പകലും ആ രീതിയിൽ അതിനൊരു അടിക്കുറിപ്പ് ഇട്ടിട്ടാണ് ഇത് എഴുതൽ. പേപ്പർ മടക്കുന്നതിലോ പേപ്പർ നിർത്തുന്നതിലോ ഒന്നുമല്ല കാര്യം നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിലാക്കി ഒരു സിനിമയിലേക്ക് അവരെ കയറ്റിയിരുത്തുന്നത് എന്നതാണ് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. സിനിമ കാണാൻ വേണ്ടി നമ്മളൊരു കുടുംബത്തെ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നത് അതിൻ്റെ വിതരണക്കാരും സംവിധായകരും മറ്റുള്ളവരും എല്ലാവരും ആണെങ്കിൽ കൂടി ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഒരു സിനിമ കാണുമ്പോൾ അവരെ സിനിമാക്കാരുടെ, ഡയറക്ടറുടെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററുടെ മനസ്സിലേക്ക്, അവരുടെ മനസ്സ് ആവാഹിച്ചെടുത്ത് അവിടെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നത് ഇങ്ങനെയുള്ള ഇവരുടെ കഴിവുകളാണ്. അല്ലാതെ ഒരുപാട് കോലാഹലങ്ങളും പിന്നെ അക്രമങ്ങളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ സിനിമയിലുണ്ട്. അതൊക്കെ ഹിറ്റാവുന്നുണ്ട്. അങ്ങനെ ഹിറ്റാവുമ്പോൾ തന്നെ അവർ ഈ സന്ധികളിലൂടെയാണ് ആ തിരക്കഥ സഞ്ചരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. വിജയിച്ച ഏത് സിനിമയുടെ തിരക്കഥ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അത് ഞാൻ പറയുന്ന ഈ 5 സന്ധികളിലൂടെ കടന്നു പോകുന്നതായിരിക്കും. ഒന്ന്, നമ്മളിപ്പോൾ സംസാരിച്ച മുഖസന്ധി. രണ്ടാമത്തെ പ്രതിമുഖസന്ധി. മൂന്നാമത്തെ ഗർഭസന്ധി. നാലാമത്തെ വിമർശനസന്ധി. അഞ്ചാമത്തെ നിർവഹണസന്ധി. ഇങ്ങനെയുള്ള ഈ 5 സന്ധികളിലൂടെ ഒരു കലാസൃഷ്ടി, സിനിമ, നാടകമോ കഥാപ്രസംഗങ്ങളോ എന്തോ ആയിക്കോട്ടെ, കഥയോ എന്തോ ആയിക്കോട്ടെ, ഈ കലാസൃഷ്ടി ഈ സന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അതിന് ഒരു പരിപൂർണമായ വിജയം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ മാത്രമേ അത് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇളക്കം തട്ടിക്കാൻ പാകപ്പെടുന്നുള്ളൂ എന്നതാണ് സത്യം. അതുകൊണ്ട് ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് തിരക്കഥ സാധാരണക്കാർക്ക് എഴുതുമ്പോൾ 5 സന്ധികളിലൂടെ കടന്നു പോകണം. അതിലെ മുഖസന്ധി എങ്ങനെ വരണം. ഒരു പടത്തിനാണെങ്കിൽ ആ പടത്തിൻ്റെ മുഖച്ഛായ നൽകുന്ന 30 മിനിറ്റിനാണ് മുഖസന്ധി എന്ന് പറയുന്നത്. ആ മുഖസന്ധിയിൽ ഏതാണോ പടം, ഏതാണോ പശ്ചാത്തലം, എത്ര ദൈർഘ്യം വരുന്നതാണ്, ഏത് രീതിയിലാണ് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഡയലോഗ് പ്രസൻറ്റേഷൻ വരുന്നത്, ഡബ്ബിങ്, പിന്നെ എഡിറ്റിങ്, മ്യൂസിക്, ഇത് ഏത് തരത്തിലായിരിക്കും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻസ്, ഒരു പശ്ചാത്തലം, ഒരു മുഖം നൽകുക എന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞു വെച്ചത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതിമുഖസന്ധിയെക്കുറിച്ച് സംസാരിക്കാം. ഇത് മുഖസന്ധി. നമസ്കാരം.